അപ്പൊ അതിനെ എതിർക്കണ്ടേ? ശരി, അത് മറുപടി പറയേണ്ടത് രഞ്ജിത്താണ്. ശ്രീ രഞ്ജിത്ത്, എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ പയ്യന്നൂരിൽ? ഇവിടെ ഈ BLOയെ ആരാണ് രാഷ്ട്രീയ സമ്മർദ്ദത്തിലാക്കിയത്? അതോ ജോലി സമ്മർദ്ദം മാത്രമായിരുന്നോ? ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത് ഇവിടെ CPM BJP തന്ത്രമാണ് ഇതിന് പിന്നിലെന്നാണ്. BLOമാരെ സമ്മർദ്ദത്തിലാക്കുന്നു. ഒരു വശത്ത് അവർക്ക് അനുകൂലമായ വോട്ടുകൾ അവിടെ നിലനിർത്തുന്നതിന് വേണ്ടി, CPM നേരത്തെ ചേർത്ത വോട്ടുകൾ നിലനിർത്തുന്നതിന് വേണ്ടി, നിങ്ങളാകട്ടെ കൂട്ടിച്ചേർക്കലിന് വേണ്ടി. ഇതാണ് കോൺഗ്രസിന്റെ ആരോപണം. ഇതിലൊരു കാര്യം പറയാനുള്ളത്, നേരത്തെ DCCയുടെ പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പുറത്തുവിട്ട ശബ്ദരേഖ, അതായത് ഇവിടെ ആത്മഹത്യ ചെയ്ത അനീഷ് ജോർജും അതുപോലെ തന്നെ ആ ബൂത്തിലെ BLAയും തമ്മിലുള്ള ശബ്ദരേഖയാണ് അദ്ദേഹം പുറത്തുവിട്ടത്. അതിൽ തന്നെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇതൊരു രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി ഈ BLO ആത്മഹത്യ ചെയ്തതാണ് എന്ന കാര്യത്തിൽ രണ്ട് അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഈ സംഭവം ഈ SIRുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഈ പരിഷ്കരണം, വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് BJPയെ കൂട്ടുപിടിച്ച് BJP കള്ളവോട്ട് ചേർക്കാൻ വേണ്ടിയാണ് എന്ന്. ഈ കണ്ണൂർ ജില്ല പോലുള്ള ജില്ലയിൽ നടക്കുന്ന ഈ കള്ളവോട്ടിനെ കുറിച്ച് ഒന്നും അറിയാത്തത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ സംസാരിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഈ കണ്ണൂർ ജില്ലയിൽ ഈ SIR പൂർത്തിയാകുന്നതോടുകൂടി ഏകദേശം ഒരു 30-40% വോട്ടർമാർ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തു പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർ യഥാർത്ഥ വോട്ടറില്ല എന്നുള്ള യാഥാർത്ഥ്യം അതാണ്. യഥാർത്ഥ വോട്ടറിനുള്ള യാഥാർത്ഥ്യം ഇതാണ്. നിങ്ങൾ ഓർക്കേണ്ടത് ഇവിടെ വലിയ കണക്കായി പോകുമല്ലോ. രഞ്ജിത്ത്, എങ്ങനെയാണ് മുൻധാരണയോടുകൂടി BJPക്ക് ഈ ഒരു നിലപാടെടുക്കാൻ കഴിയുന്നത്? അങ്ങനെയാണെങ്കിൽ വെട്ടിമാറ്റപ്പെടുമെന്നാണല്ലോ വോട്ടർ പട്ടികയിൽ നിന്ന് ഇത്രയും വോട്ടുകൾ. അത് അല്ല ഈ പറയുന്ന ഇരട്ട വോട്ടുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കഴിഞ്ഞ തവണയുടെ അപ്പുറത്തെ വർഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കെ സുധാകരനെതിരെ മത്സരിച്ച് ഈ ശ്രീമതി ടീച്ചർ വിജയിച്ച പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു ഇവിടെ. ആ തെരഞ്ഞെടുപ്പിൽ ഒരു CPMന്റെ ഒരു പ്രാദേശിക നേതാവ് പറഞ്ഞ വാക്കുകൾ അദ്ദേഹം മറ്റൊരു പ്രാദേശിക നേതാവോട് പറഞ്ഞതിൻ്റെ ശബ്ദരേഖ ആ സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും കെ സുധാകരൻ പരാജയപ്പെടും. കാരണം ഞങ്ങൾ വളരെ കൃത്യമായി ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓരോ ബൂത്തുകളിലും 75 വോട്ട് കള്ള വോട്ട് ചെയ്യണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ 75 വോട്ട് കള്ള വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും ഇവിടെ വിജയിക്കും എന്ന് അദ്ദേഹം മുൻകൂട്ടി പറയുന്നതായിട്ടുള്ളൊരു ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങൾ നോക്കൂ, 1000-1200ഓളം ബൂത്തുകളുള്ള പ്രദേശങ്ങളിൽ ഒരു ബൂത്തിൽ 75 വോട്ട് കള്ള വോട്ട് ചെയ്യുന്നത് CPMനെ സംബന്ധിച്ചോളം വളരെ എളുപ്പമാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? അനീഷ് ജോർജ് BLO ആയിട്ടുള്ള ആ ബൂത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അനീഷ് ജോർജിന് ഈ പറയുന്ന ഒരു ടാർഗറ്റും ഉണ്ടായിരിക്കുമല്ലോ, അത് പൂർത്തിയാക്കുവാനുള്ള ജോലി സമ്മർദ്ദമാണോ അതോ യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം CPMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായോ? അദ്ദേഹത്തിന് ഏതാനും ഫോമുകൾ മാത്രമേ വിതരണം ചെയ്യാൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ എന്നും ഉണ്ടായിരുന്നു, വീട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ അത് വരുന്ന ദിവസങ്ങളിൽ വിതരണം ചെയ്ത് തീർക്കാവുന്നതുമാണ്. അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ആ ഫോമുകൾ വിതരണം ചെയ്യാൻ പറ്റാത്തതിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഉണ്ട്. അതിലൊന്ന് പറയാം. കാരണം ഈ അനീഷ് ജോർജ് ഈ BLO ആയിരിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ കാങ്കോൽ ആലപ്പടമ്പുള്ള ബൂത്താണ്. 18ാം നമ്പർ ബൂത്താണ്. ഏറ്റുകുടക്ക എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബൂത്താണ്. CPMന്റെ അതിശക്തമായ ഒരു ശക്തി കേന്ദ്രമാണ് ഈ പ്രദേശം. ഇവിടെ ഒരു ഈച്ച പാറണമെങ്കിൽ CPMന്റെ നേതാക്കന്മാർക്ക് അറിയാതെ ഒരു ഈച്ച പോലും പാറില്ല. ആ പ്രദേശത്താണ് ഈ അനീഷ് ജോർജ് ഈ BLOയുടെ ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം, ഞാൻ ചോദിക്കട്ടെ, ഇതുമായി സമ്മർദ്ദത്തിലാണെങ്കിൽ ജില്ലാ കളക്ടർ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അനീഷ് ജോർജ് കൃത്യതയോടുകൂടി ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. മാത്രമല്ല, നമ്മുടെ ഈ 2005 നവംബർ 16 ജില്ലാതല EF വിതരണ ശരാശരി 87.28% സംസ്ഥാന ശരാശരി 91.26%. പയ്യന്നൂർ നിയോജകമണ്ഡലത്തിൽ മാത്രം 84.3% പുരോഗതി രേഖപ്പെടുത്തി എന്നുള്ളതാണ്. കാരണം ഇത് സൂചിപ്പിക്കുന്നത് ഇദ്ദേഹം കൃത്യമായി ജോലി ചെയ്യുന്നു. ഓരോ തരത്തിലുള്ള ജോലി സമ്മർദ്ദം ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. മറിച്ച് ഞങ്ങൾ വിവരം അന്വേഷിച്ച സമയത്ത് അവിടെ നമ്മുടെ പ്രവർത്തകന്മാർ എടുത്ത വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ഏകദേശം 321ഓളം വോട്ടിൽ ഏകദേശം 162ഓളം വോട്ടിൻ്റെ കണക്കെടുക്കുന്ന സമയത്ത് അതിൽ ഭൂരിഭാഗം ആളുകളും മരണപ്പെട്ട ആളുകളാണ്, അല്ലെങ്കിൽ സ്ഥലത്തില്ലാത്ത ആളുകളാണ്. ഈ കാര്യത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന് ഒരു ആശങ്കയുണ്ടായിരുന്നു. ഇതൊരു പ്രാദേശിക CPMന്റെ നേതാവ്
ഈ ഫോറം എന്യൂമറേഷൻ ഫോറം ഞങ്ങളുടെ കയ്യിൽ തന്നാൽ മതി, അത് നീ ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല, ഞങ്ങളത് ഫില്ല് ചെയ്ത് തന്നോളാം എന്ന് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാതെ ഇത് തിരിച്ചു കൊണ്ടുപോയി നിന്നെ നമ്മൾ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഇദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അദ്ദേഹം പറഞ്ഞല്ലേ, എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല, എന്നെ ഭീഷണിപ്പെടുത്തുന്നു, എനിക്ക് അവിടെ പോകാൻ സാധിക്കുന്നില്ല എന്നെല്ലാം തന്നെ ബി എൽ എയോട് സംസാരിക്കുന്നുണ്ട്. ഈ രണ്ട് കൈയും ഇല്ലാത്ത ഒരു പാവം ഒരു ബി എൽ എ ആണ്, ഒരു കോൺഗ്രസിൻ്റെ ഒരു ബി എൽ എ ആണ് അദ്ദേഹത്തിൻ്റെ കൂടെ പോയിരിക്കുന്നത്. അദ്ദേഹത്തെയാണ് ഈ പറയുന്ന അദ്ദേഹത്തിനെതിരെ ഭീഷണി, ഇദ്ദേഹത്തിനെതിരെ ഭീഷണി. അപ്പോൾ CPM-ന്റെ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇതാണ് നടക്കുന്നത്. ഇപ്പം അദ്ദേഹം പറഞ്ഞല്ലേ, ഈ പറയുന്ന SIR നടപ്പിലാക്കേണ്ട ആവശ്യകതയാണ് ഇപ്പോൾ ഇവിടെ പ്രസക്തമാകുന്നത്. കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ SIR നടപ്പിലാക്കേണ്ട ആവശ്യകതയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. കാരണം കേരളത്തിലെ പല കേന്ദ്രങ്ങളിലും CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും, മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രം എന്താ നടക്കുന്നത്? ഇപ്പം കണ്ണൂർ ജില്ലയിലെ സിറ്റി പോലുള്ള വളവട്ടം പോലുള്ള പ്രദേശങ്ങളിൽ എന്താ നടക്കുന്നത്? ഒരു ഭാഗത്ത് CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഈ കള്ളവോട്ടിൻ്റെ വ്യാപകമായ കാര്യം നടക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ കേന്ദ്രങ്ങളിലും ശക്തമായ കള്ളവോട്ട് നടക്കുന്നു. ഞങ്ങളുടെ സമയത്തോളം കണ്ണൂർ ജില്ലയിൽ ഞങ്ങൾ വളരെ പല ബൂത്തുകളിലും ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ബൂത്തിലിരിക്കുന്ന ബൂത്ത് ഏജന്റിനെ പോലും ആക്രമിക്കുന്ന കാഴ്ച ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന് ദിവസം സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയന്റെ ഒരു നിലപാട് എന്താണ്? സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ UDF അനുകൂലമാണല്ലോ. സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയന്റെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ എന്താണ്? ജോയിന്റ് കൗൺസിൽ പറയുന്നത് പൂർണ്ണമായിട്ടും ജോലി സമ്മർദ്ദം മാത്രമാണ് ഈ BLOയുടെ ആത്മഹത്യക്ക് പിന്നിലെന്നാണ്. അതേസമയം കോൺഗ്രസ് പറയുന്നത് ജോലി സമ്മർദ്ദം മാത്രമല്ല, CPM-ന്റെ സമ്മർദ്ദവും ഉണ്ട് എന്നാണ്. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? മഞ്ജുഷ്, ആദ്യമായിട്ട് ഈ വിഷയത്തിൽ ഇന്നലെ മരണമടഞ്ഞ അനീഷ് ജോർജിന്റെ കുടുംബത്തിനോട് ഞങ്ങൾ അനീഷ് ജോർജിന്റെ മരണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആ കുടുംബത്തിനോട് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. രണ്ടാമത്, ഇവിടെ ഇപ്പോൾ കേൾക്കുന്ന ചർച്ചകൾ ഇന്നലെ മരണപ്പെട്ട ഒരു BLOയുടെ മരണത്തെ സംബന്ധിച്ച് അദ്ദേഹം നേരിട്ട വളരെ വലിയ മാനസിക സമ്മർദ്ദത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം രാഷ്ട്രീയമായ അവരുടെ അഭിപ്രായങ്ങൾ പരസ്പരം പഴിചാരാനുള്ള അവസരമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്താണ്? 2002 വോട്ടർ പട്ടിക വെച്ചിട്ട് 2025 വോട്ടർ പട്ടികയുമായി കമ്പയർ ചെയ്തുകൊണ്ട് നവംബർ 4-നും ഡിസംബർ 4-നും ഇടയ്ക്കുള്ള 30 ദിവസം കൊണ്ട് ഓരോ ബൂത്തിലെയും 1500 വരെ വരാവുന്ന വോട്ടർമാരെ നേരിൽ കണ്ട് അവർക്ക് 2 ഫോമുകൾ വീതം വിതരണം ചെയ്ത് ഒന്ന് തിരിച്ചു വാങ്ങി ഇലക്ഷൻ കമ്മീഷൻ സമർപ്പിക്കേണ്ടതും ഒന്ന് വോട്ടർക്ക് നൽകുകയും ചെയ്യുകയും ഒരു ഡിക്ലറേഷൻ ഉൾപ്പെടെ നൽകുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഒരു സാധാരണ ജീവനക്കാരനുണ്ടാകുകയാണ്, ഒരു BLOയ്ക്ക് ഉണ്ടാകുകയാണ്. പ്രോപ്പർ ട്രെയിനിങ് കിട്ടാതെ ഈ BLO ആയ നിയമനം കിട്ടിയ മെജോറിറ്റി ആളുകളും അപേക്ഷ കൊടുത്ത് BLOമാരായവരല്ല. ഡേറ്റാ ബാങ്കിൽ നിന്ന് ഡയറക്റ്റ് ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് ഇവരെ BLOമാരെ പോസ്റ്റ് ചെയ്തവരാണ്. ആ പോസ്റ്റ് ചെയ്യപ്പെട്ടവർക്ക് പ്രോപ്പറായ ഒരു ട്രെയിനിങ് പോലും സത്യത്തിൽ ലഭിച്ചിട്ടില്ല. നേരത്തെ ഇവിടെ ജോയിന്റ് കൗൺസിലിന്റെ പ്രതിനിധി പറഞ്ഞതുപോലെ ഏതാണ്ട് 1400 വോട്ടുള്ള ഒരു ബൂത്തിലാണെങ്കിൽ 2800 4200 ഫോമുകളുമായി വീടുകൾ കയറി ഇറങ്ങേണ്ട സാഹചര്യമുണ്ട്. അത് തീരപ്രദേശങ്ങൾ മുതൽ ഹൈറേഞ്ചിലെ ഇടുക്കി, വയനാട് ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ വരെ ഈ BLOമാർ ഈ സെയിം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യസാധ്യമായ രീതിയിൽ എങ്ങനെ 30 ദിവസം കൊണ്ട് 1400 വോട്ടർമാരെ നേരിൽ കണ്ട് ഇത്തരം ഒരു വോട്ടർ പട്ടിക കറക്റ്റ് ചെയ്യുവാൻ ഒരു സാധാരണ ജീവനക്കാരന് കഴിയും എന്ന് നിങ്ങൾ ആലോചിക്കണം. ഒന്നാമത്തെ എന്റെ ചോദ്യം, വൈ ദിസ് ഹറി എന്നാണ്. എന്താണ് ഇത്ര വെപ്രാളം? എന്തിനാണ് ഇത്ര സ്പീഡ്? ഈ 4.5 വർഷം ഇവിടെ സമയമുണ്ടായിട്ടും നമ്മൾ എന്തിനാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യ ദിശയിൽ ഇത് കൊണ്ടുവന്നിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വെറും 3 മാസം മാത്രം ബാക്കിയുള്ള ഒരു സമയത്ത് ഇത്തരം ഒരു പട്ടിക തയ്യാറാക്കുവാൻ വേണ്ടി കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ മെജോറിറ്റി ആളുകളെയും ഫീൽഡിൽ ഇറക്കി പ്രവർത്തനം നടത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് കൂടി നാം ഒന്ന് ആലോചിക്കണം. ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത്രയും വോട്ടർമാരെ നേരിൽ കണ്ട് ഈ പട്ടികയും കൊണ്ടുപോകുമ്പോൾ 2002 വോട്ടർ പട്ടിക കൊണ്ടുപോകുന്നത്. 2002 വോട്ടർ പട്ടിക ഇപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൈവശം നിലവിലുണ്ടോ എന്ന് നാം പരിശോധിക്കണം. നാം പത്രവാർത്തകൾ കണ്ടു. 2002 വോട്ട് ചെയ്ത 2002 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ആളുകൾക്ക് പോലും ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച 2002 വോട്ടർ പട്ടികയിൽ വോട്ടില്ല. ഈ 2002 വോട്ടർ പട്ടിക ആകെ ഉള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിൽ മാത്രമാണ്. BLOമാർക്ക് ഉൾപ്പെടെ സമർപ്പിച്ചിട്ടുള്ള നൽകിയിട്ടുള്ള വോട്ടർ പട്ടിക പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. സാധാരണ വോട്ടർ പട്ടികയിൽ അത് ഏത് മണ്ഡലം, ഏത് ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ഏത് ബൂത്ത് എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ വരെ ഉണ്ടാകും. പക്ഷെ ഇപ്പോൾ BLOമാർക്ക് ഉൾപ്പെടെ നൽകിയിട്ടുള്ള വോട്ടർ പട്ടികയിൽ 2002 വോട്ടർ പട്ടികയിൽ അത്തരം യാതൊരു